MG യൂണിവേഴ്സിറ്റിയുടെ CRG എന്ന പേപ്പറിലെ 25ാമത്തെ 4 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി ഡയറക്ടർമാരെ സംബന്ധിച്ച് ഒരുപാട് നിയമവശങ്ങൾ അവർക്ക് അവരെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട്, അവരുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട്, അവരുടെ റിമൂവലുമായി ബന്ധപ്പെട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം കിടക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ കീ പൊസിഷൻസ്, കീ പ്രൊവിഷൻസ് മാത്രം ഡിസ്കസ് ചെയ്യാണ്. ഒന്ന് അപ്പോയിന്റ്മെന്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ. എത്ര വയസ്സ് എന്നതിനെ കുറിച്ച് 21 വയസ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം ഒരു ഡയറക്ടർ ആവാൻ ഉള്ള വ്യക്തിക്ക്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ഡയറക്ടർമാർ വേണം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ. ഒരു സ്വകാര്യ കമ്പനിക്ക് കുറഞ്ഞത് 2 ഡയറക്ടർ, അതേസമയം പബ്ലിക് കമ്പനിക്ക് കുറഞ്ഞത് 3 ഡയറക്ടർ. ഇനി അവരുടെ താമസം, റെസിഡൻസി, അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ മസ്റ്റ് ബി എ റെസിഡന്റ് ഓഫ് ദ കൺട്രി. ഈ 3 ഡയറക്ടർമാരിൽ ഒരാളെങ്കിലും ആ രാജ്യത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ഇനി നാലാമത്തേത് ഡിസ്ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണ്. സെർട്ടൻ ഇൻഡിവിജ്വൽസ് സച്ച് ആസ് അൺഡിസ്ചാർജ്ഡ് ബാങ്ക്രപ്റ്റ്സ്. നേരത്തെ പാപ്പരാണ് എന്ന് സ്വയം കോടതിയിൽ അപേക്ഷ കൊടുത്ത് പാപ്പർ ഹർജി കൊടുത്ത് പാപ്പരത്വം കോടതിയാൽ പ്രഖ്യാപിക്കപ്പെട്ട താൻ ബാങ്ക്രപ്റ്റ് ആണ്, അതായത് തന്റെ കടബാധ്യതകൾ വീട്ടിൽ തീർക്കാൻ തന്റെ സ്വത്തുക്കൾ തികയില്ല എന്ന് കോടതിയിൽ നിന്ന് സാക്ഷ്യപത്രം മേടിച്ച വ്യക്തി, അതാണ് ബാങ്ക്രപ്റ്റ്. അങ്ങനെയുള്ള ആള് ആ ബാങ്ക്രപ്സിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ ഒരിക്കലും ഡയറക്ടർ ആവാൻ പറ്റില്ല. അങ്ങനെയുള്ള ആള് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓർ ദോസ് കൺവിക്റ്റഡ് ഓഫ് ഫ്രോഡ്. ഏതെങ്കിലും വഞ്ചനാപരമായ കുറ്റം ശിക്ഷിക്കപ്പെട്ട വിധിക്കപ്പെട്ട വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ് ഡയറക്ടർ ആയിരിക്കുവാൻ. അത് ഇനി മറ്റൊന്ന് ഡയറക്ടർമാരുടെ ഡ്യൂട്ടീസിനെ സംബന്ധിച്ച്, റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഉണ്ട്. അതായത് കമ്പനിയുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാവൂ ഓരോ ഡയറക്ടർ. അതാണ് അവരുടെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവര് കമ്പനിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഒരു ന്യായമായ ശ്രദ്ധയും നൈപുണ്യവും വിശേഷ ശ്രദ്ധയും ഒക്കെ പുലർത്തണം എന്നുണ്ട് അവർ തീരുമാനമെടുക്കുമ്പോൾ. ഇനി കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച്, ഡയറക്ടേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ കമ്പനി ഇൻഫർമേഷൻ. കമ്പനി ഇൻഫർമേഷന്റെ കാര്യത്തിൽ ഡയറക്ടർമാര് ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നുണ്ട്. അതുപോലെ തന്നെ അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ അവരുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഡയറക്ടേഴ്സ് മസ്റ്റ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ദോസ് ഓഫ് ദ കമ്പനി. അവരുടെ വ്യക്തിഗത താല്പര്യവും കമ്പനിയുടെ താല്പര്യവും തമ്മിൽ ഉള്ള സംഘർഷം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യണം. ഇനി ലയബിലിറ്റീസ് ആൻഡ് പെനാൾട്ടീസ് ആണ്. ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. ഡയറക്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ബ്രീച്ചസ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്. ഡയറക്ടർമാര് അവരുടെ കടമ പാലിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അതിന് അവർക്ക് ബാധ്യത, ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കും അവരുടെ കടമ ലംഘിച്ചു കഴിഞ്ഞാൽ. നെഗ്ലിജൻസ് അഥവാ അവർ ഉപേക്ഷ വിചാരിക്കുന്ന കാര്യമാണ്. ഡയറക്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ നെഗ്ലിജന്റ് ആക്ട്സ് ഓർ ഒമിഷൻസ്. ബോധപൂർവം ഒരു ഡയറക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുകളയാൻ, ചെയ്യാൻ മറന്നുപോവുക. നെഗ്ലിജന്റ് ഉപേക്ഷ വിചാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കമ്പനിക്ക് നഷ്ടം വന്നാൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് ലയബിൾ ആണ്, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഇൻസോൾവൻസി ആണ്. ഡയറക്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഇഫ് ദ കമ്പനി ബിക്കംസ് ഇൻസോൾവന്റ് ഡ്യൂ ടു ദെയർ ആക്ഷൻസ്. ഒരു ഡയറക്ടർ അവരുടെ പ്രവർത്തനം മൂലം കമ്പനി ഇൻസോൾവന്റ് ആവുകയാണ്. എന്താണ് ഇൻസോൾവന്റ് ആവുക എന്ന് പറഞ്ഞാൽ? കടബാധ്യത വീട്ടിൽ തീർക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കമ്പനി എത്തിച്ചേരുക എന്നർത്ഥം. സോൾവൻസി നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉള്ള കടങ്ങൾ വീട്ടിൽ തീർക്കാൻ നമ്മുടെ സ്വത്തുക്കൾ തികയാണ്ട് വരുന്ന അവസ്ഥയാണ് ഇൻസോൾവെന്റ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാണ്? സോൾവൻസി നഷ്ടപ്പെട്ടു, ഇൻസോൾവെന്റ് ആയാൽ അതിന് ഡയറക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് അത് സംഭവിച്ചതെങ്കിൽ. അതുപോലെ തന്നെ പെനാൽറ്റികളെ സംബന്ധിച്ച് ഡയറക്ടേഴ്സ് ക്യാൻ ഫേസ് ഫൈൻസ്, ഇംപ്രിസൺമെന്റ് ഓർ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ നോൺ കംപ്ലയൻസ് വിത്ത് ദ ലീഗൽ റിക്വയർമെന്റ്. നിയമപരമായ ആ മിനിമം ആവശ്യകതകൾ പാലിക്കപ്പെടാതെ വരികയാണെങ്കിൽ ഫൈനുകൾ, ഇംപ്രിസൺമെന്റ് ഒക്കെ ഡയറക്ടർക്ക്, അത്തരം പെനാൽറ്റികൾ ഡയറക്ടർ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ. ഒരു ഡയറക്ടറുടെ റിമൂവൽ, ഡയറക്ടറുടെ റെസിഗ്നേഷൻ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയറക്ടേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ത്രൂ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓഹരി ഉടമകൾക്ക് ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കുന്നതിലൂടെ ഡയറക്ടറെ റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ രാജി, റെസിഗ്നേഷൻ. ഡയറക്ടേഴ്സ് ക്യാൻ റിസൈൻ ബൈ ഗിവിംഗ് റിട്ടൺ നോട്ടീസ് ടു ദ കമ്പനി. കമ്പനിക്ക് രേഖാമൂലം നോട്ടീസ് നൽകിക്കൊണ്ട് കമ്പനി ഡയറക്ടർമാർക്ക് രാജിവെച്ച് പോകാവുന്നതാണ്. ഇനി ട്രാൻസ്പാരൻസി എങ്ങനെ വെളിപ്പെടുത്താമെന്നുള്ളതാണ് ഒരു പോയിന്റ്. അതായത് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പാരൻസി. ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ്. ഡയറക്ടർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണമെന്നുണ്ട്.
ഡയറക്ടേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി ട്രാൻസാക്ഷൻസ്. കമ്പനിയുടെ ട്രാൻസാക്ഷൻസിൽ അവർക്ക് എന്താണ് താല്പര്യം എന്ന് അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഡിസ്ക്ലോസർ ഓഫ് ഷെയർ ഹോൾഡിങ്സ്, ഒരു ഡയറക്ടർക്കുള്ള ഷെയർ ഹോൾഡിങ്സ് എന്താണ്, ഏത് കമ്പനിയിൽ ഏതേത് കമ്പനികളിൽ എത്ര ഷെയറുകൾ കമ്പനി ഡയറക്ടർമാർ എടുത്തിട്ടുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഡയറക്ടേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ദെയർ ഷെയർ ഹോൾഡിങ്സ് ഇൻ ദ കമ്പനി, അവരുടെ സ്വന്തം കമ്പനിയിൽ എത്ര ഷെയർ കമ്പനി ഡയറക്ടർ എടുത്തിട്ടുണ്ട് എന്നത്. ദീസ് പ്രൊവിഷൻസ് എയിം ടു എൻഷുർ ദാറ്റ്, ഈ പ്രൊവിഷൻസ് ലക്ഷ്യമിടുന്നത് എന്താണ്, ഈ കാര്യം ഉറപ്പുവരുത്താനാണ്. ദാറ്റ് ഡയറക്ടേഴ്സ് ആക്ട് റെസ്പോൺസിബിളി, ഡയറക്ടർമാർ ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കുന്നുവെന്ന്, എത്തിക്കലി ധാർമ്മിക ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെന്ന്, ആൻഡ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഏറ്റവും നല്ല താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന്, ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ എ ഡയറക്ടർ ആസ് എ ട്രസ്റ്റി. ഒരു ഡയറക്ടർ, ഒരു കമ്പനി ഡയറക്ടർ ഒരു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവരുടെ റോൾ എന്നതാണ് അടുത്ത ചോദ്യം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.